ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ 2025 ഒന്ന് റീക്യാപ്പ് ചെയ്യലാണ്. ഈ ഒരു ഇയറിലാണ് ഞാൻ എൻ്റെ ഈ മെഷീൻ സ്വന്തമായിട്ട് വാങ്ങിക്കുന്നത്. അതും ഞാൻ വീട്ടിൽ ചെറുതായിട്ടൊരു ഇതുപോലെ നമ്മൾ കുറച്ച് മെറ്റീരിയൽസൊക്കെ വാങ്ങി കോഡ് സെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു. ഓൾറെഡി നമ്മൾ വർക്ക് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയായിരുന്നു. പിന്നെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ചും കൂടി കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് കൂടുതൽ ഓർഡേഴ്സൊക്കെ വരാൻ തുടങ്ങി. കൂടുതൽ നമ്മുടെ അടുത്തുനിന്ന് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് നമ്മുടെ ഒരു വീഡിയോ റീച്ചായത്. അത് വീഡിയോ റീച്ചായതിന് ശേഷമാണ് നമുക്ക് ഓൺലൈനായിട്ട് ഓർഡേഴ്സ് വരാൻ തുടങ്ങിയത്. ഓൺലൈൻ എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും സെയിം വീഡിയോ തന്നെയാണ് നമുക്ക് കുറച്ച് റീച്ചായത്. 5 lakh വ്യൂസാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സന്തോഷമായിരുന്നു. ആദ്യമായിട്ടാണ് നമുക്ക് 1 lakh ആവുന്നത്. 1 lakh ആവുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അത് 5 ആയപ്പോൾ അതിലേറെ സന്തോഷമായി. കുറച്ച് റീച്ചായപ്പോഴേക്കും ഒരുപാട് എൻക്വയറി വന്നെങ്കിലും പിന്നെ പലർക്കും അവരുടെ ബഡ്ജറ്റും നമുക്കും കണക്ട് ചെയ്താലാണ് നമുക്ക് ഇത് ഓക്കെ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ഓർഡേഴ്സൊക്കെ വന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ ഓൺലൈനായിട്ട് വർക്ക് ചെയ്ത് കൊടുത്തൊരു വർഷം ഈ ഒരു വർഷമാണ്. കഴിഞ്ഞൊരു ഇയറിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൺലൈനിലാകെ ഒരു വർക്ക് മാത്രമാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ഫസ്റ്റ് വന്ന ഓർഡർ തന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും മറക്കില്ല. അതൊരു ചെറിയ മോൾക്കുള്ള ഒരു അബായമായിരുന്നു. അവർ എവിടെയായിരുന്നു, മലപ്പുറത്തു നിന്നുള്ളൊരു ഓർഡറാണ് എനിക്ക് ഫസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഈ റീച്ച് ആയതിന് ശേഷമാണ് നമുക്ക് കുറേ ഓർഡേഴ്സ് വന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പുതിയൊരു വർഷമായിട്ട് ഇതുവരെയും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമ്മൾ തുടങ്ങി വെച്ചെങ്കിലാണ് നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് കിട്ടിയില്ല, അവർക്ക് കണ്ടില്ലേ, ഇവർക്ക് കണ്ടില്ലേ, ഇതൊന്നും പറഞ്ഞിട്ടും നമ്മൾ നോക്കിയിരുന്നിട്ടും എന്ത് പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. നമ്മൾ സ്വയം ചെയ്യാൻ തയ്യാറാവാത്തിടത്തോളം നമ്മൾ എവിടെ എത്താൻ പോണില്ല. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങുക. എന്താണ് നിങ്ങളുടെ പാഷൻ, അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ക്യാഷൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ അതിന് പിന്നാലെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിന് ഓരോ ടൈം ആകുമ്പോൾ നമ്മളടുത്ത് എത്തിയിരിക്കും. അങ്ങനെ ഈ വർക്ക്സൊക്കെ ഒരുപാട് ഇപ്രാവശ്യം ചെയ്ത് വന്ന ടൈമിലാണ് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് ഇതുപോലെ ട്രിവാൻഡ്രത്ത് നിന്നൊരു മെസ്സേജ് വന്നതാണ്. ആളുടെ ബ്രദറിൻ്റെ വൈഫിന് വേണ്ടിയിട്ട് അവരുടെ മാരേജിൻ്റെ റിസപ്ഷൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ എന്തായാലും ഒരു ബ്രൈഡൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളടുത്ത് സാധാ ഒരു ഡമ്മിയാണ് ഉള്ളത്. അപ്പം നമുക്കതൊന്ന് ഷോക്കേസ് ചെയ്യണമെന്ന്, ഏതൊരു വർക്ക് ചെയ്താൽ നമുക്കത് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും അടിപൊളിയായിട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആലോചിച്ചപ്പം മാനിക്വിൻ തന്നെയാണ്. പക്ഷെ നമുക്കത് വാങ്ങിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനും ഒന്നും ആയിരുന്നില്ല. എന്നാലും ഞാനത് ഓർഡർ ചെയ്തു. പക്ഷെ കറക്റ്റ് ടൈമിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ നമുക്കിങ്ങനെ കണക്റ്റായി പോകുമെന്ന് പറയുന്ന പോലെ മാനിക്വിൻ അന്ന് വരുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് രാവിലെ ആയപ്പം ഞാൻ ഓൾറെഡി മെറ്റീരിയൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയൊരു അഡ്വാൻസ് പേയ്മെൻറ്റ് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ നമുക്ക് ആ ഒരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ ടൈമിൽ ഓരോ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുക. ഈ ക്യാഷ് കിട്ടിയാൽ നമുക്ക് ഇന്നത് ചെയ്യാം എന്നുള്ള പ്ലാനിങ്. പക്ഷേ പഠിച്ചോന് വേറെയാണ് പ്ലാൻ ചെയ്യുന്നത്. പഠിച്ചോന് നമ്മൾ പ്ലാനിങ് അല്ല. പഠിച്ചോൻ്റെ കലായിൽ ആ ടൈമിൽ അന്ന് എൻ്റെ അടുത്ത് വേറെ ക്യാഷൊന്നും ഉണ്ടായിരുന്നില്ല. നോക്കിയപ്പോൾ കറക്റ്റ് ആ ദിവസം നോക്കി തന്നെ മാനിക്വിൻ്റെ ആൾക്കാർ വിളിച്ചു, ഇന്ന് മാനിക്വിൻ വരും, ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു, അപ്പം അത് സെറ്റ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പഠിച്ചോനെ ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇന്ന് രാവിലെ ഞാൻ ചോദിച്ചിട്ടില്ല അവരുടെ അടുത്ത് ഇപ്പം ക്യാഷിൻ്റെ കാര്യം. അവർ കറക്റ്റായിട്ട് എനിക്ക് ആ ടൈമിൽ ഇട്ട് തന്നപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചാൽ അതിലേക്ക് പഠിച്ചോനെ എത്തിക്കും എന്ന് പറയണത് കറക്റ്റാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ ഈ ഒരു മാസത്തിൽ, ഇത്രയും റഷായിട്ടുള്ളൊരു മാസമായിരുന്നു. എന്നാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ എനിക്ക് അറിയില്ല എന്തൊക്കെയാണ് ഈ ഒരു മന്ത് നടന്നതെന്നുള്ളത്, അത്രയും ആയിട്ടുള്ളത്. എന്നാൽ പിന്നെ നമ്മുടെ 2 വീട്ടുകാരുടെ സപ്പോർട്ട് പറയാതിരിക്കാൻ വയ്യ. 2 വീട്ടുകാരുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്കൊരിക്കലും ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആർക്കും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലിരുന്നിട്ട്, അതും ചെറിയ കുട്ടികളൊക്കെ ഉള്ള, എനിക്ക് 2 വയസ്സായ മോനാണ്. അപ്പം
അവനൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മുടെ ഉമ്മമാർ തന്നെയാണ്. ഈ ഒരു സൽവാർ സെറ്റ് നമ്മൾ ഈ ക്രീം ഷെയ്ഡ് നമ്മൾ കസ്റ്റമറിന് വേണ്ടി ചെയ്ത് തന്നെയായിരുന്നു. ആ ഒരു വീഡിയോ അതുപോലെ കുറച്ച് റീച്ചായപ്പം കുറേ ഓർഡേഴ്സ് വന്നു. പിന്നെ കളർ ചേഞ്ചിലും നമ്മൾ ചെയ്തതാണ് എല്ലാം. പിന്നെ കുറേ ഓർഡേഴ്സൊക്കെ നമ്മൾ ഒഴിവാക്കി. കാരണം ആകെ അവർക്ക് ഫങ്ഷന് ആകെ 3-4 ദിവസമുള്ളൂ. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ എടുക്കലും സ്റ്റിച്ചിങ്ങും എല്ലാം അതുപോലെ തന്നെ നമുക്ക് അയക്കലും എല്ലാം കൂടിയിട്ട് ഒരിക്കലും ആ ഒരു ടൈമിൽ കൊടുക്കാത്തതുകൊണ്ട് കുറേ പേരൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ആ വർക്ക് നമുക്ക് ഇൻസ്റ്റഗ്രാം വഴിയാണ് അവർ ഓർഡർ വരുന്നത്. അപ്പോൾ ഒരു 6 month മുന്നേ ആൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞാനത് കൺഫേം ആവുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഒന്നാമത്തെ നമ്മുടെ പേജിൽ നോക്കുമ്പം ബ്രൈഡൽ വർക്ക്സ് ഒന്നുമില്ല. പിന്നെ എന്ത് വിശ്വസിച്ചാണ് ഇവർ നമ്മളെ ഏൽപ്പിക്കുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ വർക്ക് മെസ്സേജൊന്നും ഇല്ലാതായപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പിന്നെ ഒരു 2 മാസം മുന്നെയാണ് ആൾ വീണ്ടും നമ്മൾ മെസ്സേജ് അയക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുത്തോ എന്നുള്ള അങ്ങനെ സംസാരിച്ചു. ഞാനും ഒറ്റയ്ക്ക് എന്നെ കൊണ്ടിത് പറ്റുമോ എന്നുള്ളൊരു ഇത് എനിക്കും ഉണ്ടായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. അവരും നമ്മൾ നല്ല മെൻ്റൽ സപ്പോർട്ടോടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേജിൽ ഇങ്ങനെ ആരും അങ്ങനെ ഒരു വർക്ക് നമുക്ക് തരുമ്പോൾ നമ്മുടെ പേജിലൊന്ന് നോക്കും അവർ ഇതുപോലെയുള്ള വർക്ക്സൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ നമ്മുടെ പേജിൽ അങ്ങനത്തെ വർക്ക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രൈഡ് ടു ബി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ബ്രൈഡൽ വർക്ക് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ ചിലരൊക്കെ നമ്മൾ തന്നെ മെറ്റീരിയൽസൊക്കെ എടുത്ത് ഇതുപോലത്തെ വർക്ക്സൊക്കെ ചെയ്ത് മോഡൽസിനൊക്കെ വെച്ചിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് അതിനൊന്നുമുള്ളൊരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് നമ്മളതിനൊന്നും നിൽക്കാത്തത്. സത്യം പറഞ്ഞാൽ ഇതുവരെ ഒരു കൊളാബോ അല്ലെങ്കിൽ നമ്മൾ പ്രൊമോഷനോ അങ്ങനെ ഒന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അതൊക്കെ ചെയ്താൽ പെട്ടെന്ന് റീച്ച് ആവും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പ്രൊമോഷൻ ആഡ്സ് കൊടുക്കുക അങ്ങനെയൊക്കെ നമ്മളതൊന്നും ചെയ്തിട്ടില്ല. ഇല്ലാതെ തന്നെ അൽഹംദുലില്ലാ ഇപ്പോൾ ഓർഡേഴ്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് വന്നാൽ ഒരുമിച്ചെടുക്കാനുള്ള ഒരു സിറ്റുവേഷനൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറേശ്ശെയാണ് എടുക്കുന്നത്. അപ്പം ഇനി പുതിയ വർക്ക്സും വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരാം. സ്റ്റിച്ചിങ് കട്ടിങ്ങൊക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അതായിരിക്കും. എല്ലാവർക്കും ബൈ, താങ്ക് യു. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വർഷം ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. ടെൻഷൻ അടിക്കേണ്ടത് ഇന്ന് രാവിലെ കുട്ടിക്ക് അതെടുത്തിട്ട് നോക്കി അതായത് അവളെ വച്ച് തയ്ച്ചോലുണ്ട്. 1 ഇഞ്ച് ടൈറ്റ് 1 ഇഞ്ച് ലൂസോ ഇല്ല, അത്രയ്ക്ക് ഫിറ്റ്, കറക്റ്റ് ഫിറ്റ്, അടിപൊളി സാധനം. 2 മണിയാകുമ്പോഴത്തേക്കും ബ്യൂട്ടീഷ്യൻസ് വരും. അപ്പൊ പിന്നെ അവർക്ക് റെഡിയാക്കി ഞാൻ തന്നെ ഫോട്ടോസ് അയച്ചു.